ചെന്നൈ കോടമ്പക അയ്യപ്പൻ ഗുരുവായൂരപ്പൻ ടെമ്പിളിലെ വിഷു ഷെഡ്യൂളാണ് ഇന്നിവിടെ കൊടുത്തിരിക്കുന്നത്. 4:30 വിഷുക്കണി ദർശനവും വിഷു കൈനീട്ട് ഡിസ്ട്രിബ്യൂഷനാണ്. ടോക്കൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ വിഷു കൈനീട്ടം കിട്ടും. കൂടാതെ 10 തൊട്ട് സദ്യ തുടങ്ങുകയാണ്. 6:45 മുതൽ കൊണ്ട് അങ്ങനെ ഭജൻസും ഉണ്ട്. പിന്നെ രാത്രിയിൽ പുഷ്പാഭിഷേകം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഷു വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 9:30 ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം 4:30 പോയി കഴിഞ്ഞാൽ വിഷുക്കണി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ചെന്നൈയിലുള്ള സകല മലയാളീസിനെ ഇവിടെ കാണാൻ പറ്റും ഇന്നത്തെ ഈ ഒരു ദിവസം. ഇന്ന് മാത്രമല്ല, ഓണം, വിഷു അങ്ങനെയുള്ള നല്ല ഓസ്പീഷ്യസ് ഡേയ്സിലൊക്കെ മലയാളീസിൻ്റെയൊക്കെ ഒരു തിരക്കായിരിക്കും ഇവിടെ. ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ഓണം, വിഷു, മറ്റ് എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഞാൻ ഈ അമ്പലത്തിലാണ് വരാറുള്ളത്. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി വിഷുക്കണി കണ്ടു, വിഷു കൈനീട്ടവും വാങ്ങി. നല്ല അടിപൊളി ദർശനമായിരുന്നു. കണ്ണനെ അസറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കണ്ണനെ മുമ്പിൽ മാത്രമല്ല, അയ്യപ്പൻ്റെ മുമ്പിലും വിഷുക്കണി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. മാത്രമല്ല പാർക്കിംഗ് ഒക്കെ ഭയങ്കര സ്ട്രക്കായി നിൽക്കുകയാണ്. അത്ര തിരക്കായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ നേരെ തൊട്ടടുത്തുള്ള ഹാളിലേക്ക് വന്നു. ഇവിടെയാണ് സദ്യ ഒരുക്കുന്നത്. അപ്പോൾ ഇത് എത്രാമത്തെ പന്തിയാണെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം 10:30 തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 11:30, 11:45 സമയം. അപ്പോൾ എല്ലാ വിഭവങ്ങളും അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഞാൻ ആദ്യമായിട്ടല്ല ഇവരുടെ ഈ ഒരു കേറ്ററിങ്ങിൻ്റെ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് കല്യാണമായാലും എന്ത് വിശേഷമായാലും ഒരു വയസ്സായ ഒരു പാട്ടിയും ഹസ്ബൻഡുമാണ് ഇതിൻ്റെ സാരഥികൾ. അവരുടെയാണ് ഈ ഒരു സദ്യ കേറ്ററിംഗ്. അവരാണ് ഇവിടുത്തെ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് പോലും. അപ്പോൾ അതുകൊണ്ട് ഇത് തനി മലയാളി സ്റ്റൈലിലാണ് ഭക്ഷണം. ഇവിടുത്തെ എല്ലാ വിഭവങ്ങളും അടിപൊളിയായിരുന്നു. ഓലൻ, പിന്നെ ക്യാബേജ് ഉപ്പേരി, ഇഞ്ചിപ്പുളി, അവിയൽ, കൂട്ടുകറി, എല്ലാം, പരിപ്പ്, ചോറ്, സാമ്പാറാണെങ്കിൽ വറുത്തരച്ച സാമ്പാറാണ്. നല്ല കേരള സ്റ്റൈലിൽ നല്ല രുചിയായിരുന്നു. 2 തരം പായസമായിരുന്നു കേട്ടോ. ഒന്ന് പരിപ്പ് പായസവും ഒന്ന് പാലട, പിന്നെ പപ്പടം. ഇത്രയും വിഭവങ്ങളായിരുന്നു ഇന്ന് സദ്യക്കുണ്ടായിരുന്നത്. എല്ലാം അതിഗംഭീരമായിരുന്നു. അപ്പോൾ ഞാൻ ചോറിനായിട്ട് ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. എനിക്ക് തോന്നുന്നു അത് എത്രാമത്തെ പന്തി ആയതുകൊണ്ട് അവർ ചോറ് പിന്നെയും ഫ്രഷായിട്ട് വെച്ചിട്ട് നല്ല ചൂടോട് കൂടി കൊണ്ടുവരികയാണ് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു ചോറ് വരാൻ വേണ്ടി. അതുവരെ ഉണ്ടായിരുന്നതെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്ഷമ നശിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഉണ്ടായിരുന്ന വിഭവങ്ങളൊക്കെ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പായസമൊക്കെ തെറ്റില്ല, നന്നായിരുന്നു. പക്ഷെ എന്നാലും പാലട വയ്ക്കുമ്പോൾ നമ്മുടെ കേരളീസ് തന്നെ വയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ഏത് മനസ്സിലായോ? അതന്നെ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത്രയൊക്കെ ഹ്യൂജ് എമൗണ്ടിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങനെ കുറുക്കിയെടുത്ത ഒരു പാലട കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. സദ്യ എല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇല അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ മറക്കണം എന്നൊരു കൺഫ്യൂഷൻ. ഇതാണ് അമ്പലം. ഇന്ന് അമ്പലത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട് വിഷു ആയതുകൊണ്ട്. ഈ കാണുന്നത് പന്തലാണ് കേട്ടോ. ഇത് ഭയങ്കര ക്യൂബായിരുന്നു ഇവിടെ. നല്ല ക്യൂബാണ്. 1000കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കൂടിപ്പോയോ എന്ന് എനിക്കറിയില്ല. ഇതാണ് വിഷു കൈനീട്ടം. എനിക്ക് വിഷു കൈനീട്ടം കിട്ടി ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. തീർന്നില്ല വിശേഷങ്ങൾ. തലേന്ന്, അതായത് 14-ാം തീയതി ഞങ്ങളിവിടെ തമിഴ് ന്യൂ ഇയർ ആഘോഷിച്ചു. ചെറിയൊരു കോമ്പയർ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ നൃത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാനിക്കും അതിലൊരു പാട്ടാവാൻ പറ്റിയത് തന്നെ എൻ്റെ ഭാഗ്യമാണ്. 14, 15 ഞങ്ങളുടെ അടിപൊളി തിരക്കിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്ക് ഇപ്പോൾ കഴിഞ്ഞു. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷുവും പിന്നെ നമ്മുടെ തമിഴ് ന്യൂ ഇയറും എല്ലാം ആഘോഷിച്ച് തകർത്ത് വളരെ സന്തോഷപൂർവ്വം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകളും തമിഴ് ന്യൂ ഇയർ ആശംസകളും എല്ലാവരുടെയും. അതായത് 10ാം ക്ലാസ് എഴുതിയ കുട്ടികളുടെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടല്ലേ. എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങളും അവരുടെ ഡ്രീംസും ഒക്കെ ഫുൾഫിൽ ആവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.